കേരള ഹോം കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പിയും ഫ്ലഫിയും ആയിട്ടുള്ള ഗാർലിക് ലാച്ച പൊറോട്ടയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു ബൗളെടുത്ത് അതിൽ 2 സ്പൂൺ ഗോതമ്പ് പൊടിയും 2 സ്പൂൺ മൈദയും ചേർക്കുക. ഇത് സെപ്പറേറ്റ് മൈദയിലും ഗോതമ്പ് പൊടിയിലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനിത് രണ്ടിൽ ഹാഫ് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിനുശേഷം നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് ഓയിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം എണ്ണയും നെയ്യൊക്കെ ഒരേപോലെ പൊടിയായിട്ട് മിക്സായിട്ട് വരണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ബൗള് പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിൽ തടയി കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നേരത്തേക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. പതിനഞ്ച് മിനിറ്റ് ശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴക്കാം. ശേഷം നമുക്കിതിൻ്റെ ബോളാക്കാം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു 6 ബോളാണ്. ബോളാക്കിയ ശേഷം ഒന്നും കൂടി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വെച്ച് പരത്തിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്ത് നല്ല നേർത്തെ പരത്തിയെടുക്കാം. നന്നായി പരത്തിയ ശേഷം ഒരു 1/2 സ്പൂണ് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ അതിൻ്റെ മുകളിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി സ്പ്രെഡ് ചെയ്യുക. ക്രഷ്ഡ് ചില്ലി എരിവിനനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ എടുക്കുന്നത് 3/4 സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ എടുത്താൽ മതിയാവും. അതിനുശേഷം അതിൽ ചോപ്ഡ് ഗാർലിക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്യണം. അതിനുശേഷം മല്ലിയിലയും ചേർത്തിട്ട് വെക്കാം. ഇനി ഇത് മടക്കേണ്ടത് ശ്രദ്ധിക്കണം. ആദ്യം ഒരു ലെയറിൽ, ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിൻ്റെ ലെയറിൽ ഒന്ന് മടക്കുക. അതിന് രണ്ടാമതും അതൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ സൈഡിൽ നിന്നും മടക്കി കൊടുത്ത് നമുക്കതിൻ്റെ നടുവിൽ വെച്ചിട്ട് മുറിച്ചു കൊടുക്കാം. ശേഷം മുറിച്ച കഷ്ണം ഒന്നിൻ്റെ മീതിയായിട്ട് വെച്ചിട്ട് അത് റോള് ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്ത് അതിൻ്റെ ബാക്കി വന്ന ഭാഗം അതിൻ്റെ അടിയിലേക്ക് തിരുകി കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതൊന്നും കൂടി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം നേർക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഇതിലേക്ക് കട്ടിയോട് കൂടിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഒരു പാൻ ചൂടാവാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഓരോന്നായി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഗാർലിക് ലാച്ച പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുന്നു.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക.